ഓഗസ്റ്റ് 29 മുതൽ സെപ്റ്റംബർ 4 വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോ നമ്മുടെ നിലമ്പൂർ ഷോറൂമിൽ. ബജറ്റിനൊത്ത മികച്ച കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു. വരൂ, പണത്തിനൊത്ത മൂല്യത്തിൽ സ്വർണം സ്വന്തമാക്കൂ. ഓണപ്പൂക്കളമൊരുക്കാൻ നിലമ്പൂരിൽ പൂക്കൾ റെഡി. നിലമ്പൂർ നഗരസഭയുടെ പൂക്കൃഷി വിളവെടുപ്പ് ആവേശകരമായി. നിലമ്പൂർ താമരക്കുളത്തെ സ്വകാര്യ വ്യക്തിയുടെ ഒരേക്കറോളം സ്ഥലത്താണ് അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭ ചെണ്ടുമല്ലി പൂന്തോട്ടമൊരുക്കിയത്. ഓണാവേശത്തിൽ നടന്ന പൂക്കൃഷിയുടെ വിളവെടുപ്പ് നിലമ്പൂർ നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. തരിശുരഹിത നിലമ്പൂരിന്റെ ഭാഗമായാണ് പൂക്കൃഷി നടത്തിയതെന്നും സൂര്യകാന്തി ഉൾപ്പെടെ തുടർന്ന് കൃഷി ചെയ്യാൻ താൽപര്യമുണ്ടെന്നും നിലമ്പൂർ നഗരസഭയുടെ സൌന്ദര്യവൽക്കരണത്തിന്റെ ഭാഗം കൂടിയാണ് പൂക്കൃഷിയെന്നും അവർ പറഞ്ഞു. അയ്യങ്കാളി പദ്ധതിയിലൂടെ പച്ചക്കറി കൃഷി നടത്തുമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. നമ്മൾ തമിഴ്നാടിനെ ആശ്രയിച്ച് പൂക്കൾ ഇറക്കുന്നത് നമ്മുടെ നഗരത്തിൽ തന്നെ വിളയിക്കാനാകുമോ എന്നായിരുന്നു ആ പരീക്ഷണം. ആ പരീക്ഷണത്തിൽ വിജയിച്ചു എന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. ഇനി പച്ചക്കറിക്കും അതുപോലെ തന്നെ നെല്ലും മറ്റ് നമുക്ക് ആവശ്യമായ ഭക്ഷ്യവിഭവങ്ങൾ ഉണ്ടാക്കാനുള്ള തരിശുരഹിത നഗരസഭയുടെ ഒരു പ്രാരംഭ പ്രവർത്തനം കൂടിയാണ് ഇവിടെ വിജയിച്ചത്. തീർച്ചയായും ഈ ഓണവിപണി എൻ്റെ സഹോദരിമാർക്ക് ലാഭം ഉണ്ടാക്കുകയും അത് മറ്റ് സഹോദരിമാർക്കും മറ്റുള്ളവർക്കും പ്രചോദനമാകുകയും ചെയ്യുമെന്നതിൽ യാതൊരു തർക്കമില്ല. അവർക്ക് എല്ലാവിധ ഭാവങ്ങളും നേരെയാണ് ഈ പരീക്ഷണം മറ്റുള്ള പൂക്കൃഷിയിലേക്ക് കൂടി. ഇതിപ്പോൾ ഇവിടെ ചെണ്ടുമല്ലി കൃഷിയാണ് ചെയ്തത്. അതുപോലെ സൂര്യകാന്തിയും പനിനീരും നമുക്ക് കൃഷി ചെയ്യാനാവും. നഗര ബ്യൂട്ടിഫിക്കേഷൻ എന്നുണ്ട്, സൗന്ദര്യവൽക്കരണം. ആ നഗര സൗന്ദര്യവൽക്കരണവും ഞങ്ങളുടെ ഈ കാലത്ത് തന്നെ നഗരസഭയുടെ നിലവിലുള്ള ഭരണ സമിതിയുടെ കാലത്ത് തന്നെ തീർച്ചയായും അഗതി മന്ദിരങ്ങളിലേക്ക് പൂക്കൾ നൽകിയായിരുന്നു ഉദ്ഘാടനം. കുടുംബശ്രീയുടെ മേൽനോട്ടത്തിലാണ് പൂക്കൃഷി നടത്തുന്നത്. ഊട്ടിയിൽ നിറഞ്ഞു നിൽക്കുന്ന ചെണ്ടുമല്ലിത്തോട്ടങ്ങൾക്ക് കടപിടിക്കുന്ന ചെണ്ടുമല്ലിപ്പാടമാണ് നിലമ്പൂരിലും ഓണത്തെ വരവേൽക്കാൻ കാത്തുനിൽക്കുന്നത്. നഗരസഭാ കൌൺസിലർ ഫ്രാൻസിസ് അമ്പലത്തിങ്ങൽ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ കുമഞ്ചേരി ഷൌക്കത്തലി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മുസ്തഫ കളത്തുംപടിക്കൽ, മുംതാസ് ബാബു, സ്മിതമോൾ, മേരീസ് ഷിബു, സുരേഷ് പാത്തിപ്പാറ, കൌൺസിലർമാരായ ഷഫീഖ് മണലോടി, റസിയ അള്ളമ്പാടം, ഇസ്ഹാഖ് അടുക്കത്ത്, സിഡിഎസ് പ്രസിഡന്റ് സാലി ബിജു, നിഷ, നിഷിത, കൃഷി ഓഫീസർ തുടങ്ങിയവർ പങ്കെടുത്തു. നിലമ്പൂർ മഹാറാണി ഗോൾഡ് പാർക്ക് ഉടമ ഷൈജു കെ ഡേവിഡാണ് തന്റെ സ്ഥലം പൂക്കൃഷിക്കായി നൽകിയത്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.